ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോണ മരിയ പിച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡിയോയുടെ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ആദ്യം ഞാൻ ഈ മേക്കപ്പിൻ്റെ ഒക്കെ ഏരിയയിലാണ് പോയത്. ഈ പ്രാവശ്യം മേക്കപ്പിൻ്റെ ഏരിയയിൽ പോയപ്പോൾ കുറച്ച് പുതിയ ഐറ്റംസ് ഒക്കെ വന്ന പോലെ എനിക്ക് തോന്നി. ഇത് കോട്ടയത്തുള്ള സ്റ്റുഡിയോ ആണ്. ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇന്നെന്ന് വെച്ചാൽ സാറ്റർഡേ ആയിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര തിരക്കുള്ള ദിവസമാണ്, അവധി ദിവസം ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പം പുതുതായിട്ട് ആദ്യം എൻ്റെ കണ്ണിൽ പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു ഫൗണ്ടേഷനാണ്. ഇതൊരു ഫൗണ്ടേഷൻ സ്റ്റിക്കാട്ടോ. ടോഫി ഷെയ്ഡൊക്കെ എൻ്റെ സ്കിൻ ടോണിന് ചേരുന്ന ഷെയ്ഡാണ്. പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും എനിക്കിഷ്ടമായില്ല. നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബായി പോവില്ലേ, അതുപോലെ അബ്സോർബായി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറെ ഷെയ്ഡൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഫെയർ സ്കിന്നുള്ള എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്നാലും അവരുടെ സ്കിൻ ടോണിലും അവരുടെ ആ ഒരു ഷെയ്ഡ് ഫൗണ്ടേഷൻ അബ്സോർബായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫൗണ്ടേഷന് ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ലോക്കലാണ്. സോ അതാരും മേടിക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സൺസ്ക്രീൻ വൈപ്സൊക്കെയാണ്. 49 രൂപയാണ് SPF 15 ഉള്ളത്. പിന്നെ വിറ്റമിൻ സിയും പിന്നെ ഹൈലറോണിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു സെറ്റിംഗ് സ്പ്രേ, മേക്കപ്പൊക്കെ ചെയ്തതിന് ശേഷമുള്ള സെറ്റിംഗ് സ്പ്രേ 199 ആയിരുന്നു. പിന്നെ ഉള്ളത് ഈ ഒരു വിറ്റമിൻ സിയുടെ ഫേസ് വാഷ് ആണെന്ന് തോന്നുന്നു. 149 റുപ്പീസാണ്, 149 രൂപയാണ്. പിന്നെ ഈ ഒരു ഗ്ലോ മോയ്സ്ചറൈസറോ അങ്ങനെ എങ്ങാണ്ട് ഉണ്ടായിരുന്നു, വിറ്റമിൻ സിയുടെ ടിൻറ്റഡ്. ഇതൊന്നും ഞാൻ ഓപ്പൺ ചെയ്തൊന്നുമില്ല, കാരണം അതിന് ടെസ്റ്ററൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ നമ്മളതൊന്നും ഓപ്പൺ ചെയ്യാൻ പോയില്ല. പിന്നെ ആസ് യൂഷ്വൽ കുറച്ച് ബ്ലഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല കുറേ ഷെയ്ഡ് നെയിൽ പോളിഷസ് വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും, അടപ്പും നെയിൽ പോളിഷും ഒരേ കളറായിട്ടുള്ള കുറേ നെയിൽ പോളിഷൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ ന്യൂ ലോഞ്ചസ് അല്ലേ. പിന്നെ കുറേ ഷെയ്ഡ്സ്, പുതിയ കുറേ ഷെയ്ഡ്സ്, പലതരം ഷെയ്ഡ്സ് നെയിൽ പോളിഷൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു, എന്നാൽ അതിനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ഇത് മേക്കപ്പിൻ്റെ മിസെല്ല വാട്ടറാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് 99 എങ്ങാണ്ടാണ്. പിന്നെ ഇതുപോലുള്ള ഒരു കോട്ടൺ പാഡാണ് 79 റുപ്പീസ്. നേരത്തെ ഇത് ചെറുതായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇച്ചിരിയും കൂടെ വലുപ്പമുള്ള കോട്ടൺ പാഡ് 79 റുപ്പീസിൻ്റെ തന്നെ ഉണ്ട്. പിന്നെ ഈ ലിപ് ബാമൊക്കെ, ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാമും ഇതുപോലെ ലിപ് ഗ്ലോസ് ആണെങ്കിലും നല്ല ലിപ്സ്റ്റിക്ക് പോലെ തന്നെ ഇരിക്കുന്ന ഒരു ലിപ് ഗ്ലോസ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ബ്രൗൺ ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടാഞ്ഞതുകൊണ്ട് ഞാനതൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ കുറേ ഷെയ്ഡ് ഓഫ് ലിപ് ബാമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു പുതിയ ലോഞ്ചാണ്, ലിപ് ക്രയോണ്. അതും പലതരം ഷെയ്ഡ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. 99 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഇതുപോലെ മേക്കപ്പിൻ്റെ മിസെല്ലാർ മേക്കപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ മിസെല്ലാർ വാട്ടർ അല്ലാണ്ട് വൈപ്സ് പോലെ യൂസ് ചെയ്യുന്ന, മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു മിസെല്ലാർ മേക്കപ്പ് വൈപ്പർ. പിന്നെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു സംഭവമാണ്, മേക്കപ്പ് ബ്ലെൻഡറാണ്. കുട്ടി കുട്ടി കുറേ പലതരം കളർ ഓഫ് ബ്ലെൻഡേഴ്സ് ഉണ്ടായിരുന്നു. അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ ഞാൻ കണ്ണിൻ്റെ ഒക്കെ ഏരിയയിലേക്കാണ് വന്നത്. കണ്ണെഴുതുക, മസ്കാര ഇടുക, അങ്ങനെയുള്ള ഏരിയയിലേക്ക്. ഈ ഒരു ഐറ്റം കണ്ടു, ഇത് പെൻസിൽ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് ഐഷാഡോ ആട്ടോ. കണ്ണിൻ്റെ മേളിൽ നമുക്ക് ഐഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. ഒരുമാതിരി ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ അതുപോലെ വേറെ ഒരു ഗ്രേയും നല്ലൊരു വേറൊരു ബ്രൗൺ കളർ ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവരുടെ മസ്കാരയാണ്. ഇതൊക്കെ പുതിയ ലോഞ്ചാണെന്ന് തോന്നുന്നു. നേരത്തെ മസ്കാരയുടെ ബോട്ടിൽ ഇതുപോലെ അല്ലായിരുന്നല്ലോ, പഴയതും ഉണ്ട്, എന്നാലും പുതിയ ലിപ്സ്റ്റിക്കും പുതിയ ലോഞ്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഷെയ്ഡൊക്കെ കണ്ടു. ഇതൊക്കെ നല്ല ഡാർക്ക് സ്കിന്നിനും ഫെയർ സ്കിന്നിനും എല്ലാ സ്കിൻ ടോണിനും നന്നായിട്ട് ചേരുന്ന കുറച്ച് ഷെയ്ഡ്, പുതിയ ഷെയ്ഡ്സ് ഓഫ് ലിപ്സ്റ്റിക്കും പിന്നെ പുതിയ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം മേളിൽ കാണിച്ച ആ ലിപ്സ്റ്റിക്കൊക്കെ പുതിയ ലിപ്സ്റ്റിക്കുകളാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സായിരുന്നു കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡ്രസ്സിൻ്റെ കളക്ഷൻ കുറച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നല്ല ഡ്രസ്സാണ്, കാണുമ്പോൾ കുറച്ച് നല്ലതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഇതുപോലത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അങ്ങനത്തെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഈ പഴയ സാരിയൊക്കെ വെട്ടി തയ്ച്ച പോലെയൊക്കെ തോന്നും കേട്ടോ. പിന്നെ ഈ ഒരു വൈറ്റ് നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഇടാനും നല്ലൊരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു പിങ്ക് ഡ്രസ്സ്, ഇതും കുഴപ്പമില്ലാണ്ട് നല്ലൊരു പ്രിറ്റി ലുക്കൊക്കെ തരുന്ന ഒരു ഡ്രസ്സാണ്. നല്ല വൈഡായിട്ടുള്ള നെക്കൊക്കെ ആയിട്ടോ, ബാക്ക് സൈഡിലാണെങ്കിലും നെക്കൊക്കെ നല്ല വൈഡാണ്.
അങ്ങനെ ഒരു പിങ്ക് ഡ്രസ്സൊക്കെ കണ്ടു. പിന്നെ അവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ദീപാവലി സീസണൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ദീപാവലിയുടെ ആ ഒരു ടൈപ്പ് കുറേ ഡ്രസ്സുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആലിയ കട്ടൊക്കെ കുറേ മോഡലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇപ്പറേ കണ്ട ആ ഒരു ഡ്രസ്സ് ഉണ്ട്, ഒരു പിങ്കും വൈറ്റും ഉള്ളത്. അതിൻ്റെ അത് ഞങ്ങൾ ആലോചിക്കുമായിരുന്നു, ഇതെങ്ങനെയാണ് വെറുതെ ഇടുന്നത്, അകത്ത് എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ, അതും കൂടെ അവൈലബിൾ ആക്കേണ്ടതായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്തിടാനുള്ളതൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ 899 പാർട്ടി വെയർ പോലത്തെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റുന്നതും നമ്മൾ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്നതും അങ്ങനെ പല തരം മോഡൽ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇതാ ഇതുണ്ട്, ഇതൊരു കുട്ടി ഡ്രസ്സ്, ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഇടാൻ നല്ലതായിരിക്കും. പിന്നെ 199 കുറച്ച് പുതിയ ലോഞ്ചസ് ആയിട്ടുള്ള സ്പ്രേ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ 299 കുറേ ഓവർ സൈസ്ഡ് ടീഷർട്ടായിട്ടുള്ള പെണ്ണുങ്ങളുടെ ആട്ടോ ഇതൊക്കെ. ഈ പ്രാവശ്യം ഞാൻ ഗേൾസിൻ്റെ ഏരിയയിൽ മാത്രമേ പോയിട്ടുള്ളൂ. അടുത്ത പ്രാവശ്യം ഞാൻ ബോയ്സിൻ്റെ ഏരിയയിലും പോകാൻ ശ്രമിക്കാം. പിന്നെ കുറേ വേറൊരു പാർട്ടി വെയർ നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ സ്റ്റുഡിയോ കളക്ഷൻ. പിന്നെ കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ പ്രാവശ്യം അങ്ങോട്ട് പോകാൻ വേണ്ടി സമയം കിട്ടിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.